എല്ലാവർക്കും എൻ്റെ ചാനൽ ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ഇന്നൊരു കിടിലം വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണും ആഗ്രഹം യൂട്യൂബിലെ വലിയ വലിയ ചാനലുകളുടെ റവന്യൂ അറിയാൻ. അതായത് അവർ എത്ര മാസം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ വർഷത്തിൽ എത്ര ഉണ്ടാക്കുന്നു, അതെങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിന്ന് ഉപയോഗിക്കുന്നത് സോഷ്യൽ ബ്ലേഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അപ്പം നമ്മളത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിൽ ഏത് വെബ് ബ്രൗസർ ഉണ്ടോ അതൊന്ന് ഓപ്പൺ ചെയ്യുക. യൂസി ബ്രൗസർ ആയാലും കുഴപ്പമില്ല, ഇതായാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ സോഷ്യൽ ബ്ലേഡ് എന്ന് സെർച്ച് ചെയ്യുക. സോഷ്യൽ ബ്ലേഡ് എന്ന് സെർച്ച് ചെയ്യുമ്പം റിസൾട്ട് വരുമ്പം നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഓപ്പൺ ചെയ്യും. ഫസ്റ്റ് തന്നെ സോഷ്യൽ ബ്ലേഡ് എന്താണെന്ന് പറയുന്നത്, അതൊരു അനലിറ്റിക്സ് സൈറ്റാണ്. അതായത് നമ്മൾ യൂട്യൂബ്, ട്വിച്ച്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ എന്നീ പല സോഷ്യൽ മീഡിയ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൻ്റെ അനലിറ്റിക്സ്, അതായത് അവിടെ എത്ര ട്രാഫിക് വരുന്നു, എന്തൊക്കെ ഒരു ദിവസം എന്തൊക്കെ നടക്കുന്നു എന്നൊക്കെ അറിയാൻ പറ്റുന്ന, അതിനെ സഹായിക്കുന്ന ഒരു സൈറ്റാണ് സോഷ്യൽ ബ്ലേഡ്. അപ്പം യൂട്യൂബിൽ നമുക്ക് ഇതുവഴി യൂട്യൂബിൻ്റെ റവന്യൂ, ഒരാളുടെ വ്യൂസ്, കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ റൈറ്റ് കോർണർ ആണെന്ന് തോന്നുന്നു. റൈറ്റ് കോർണറിൽ എൻ്റെ ഇവിടെ ഇതുണ്ട്. അതിൽ യൂട്യൂബ് നമ്മൾ സെലക്ട് ചെയ്യുക. യൂട്യൂബ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് യൂട്യൂബിൻ്റെ ഇതാണോ അറിയേണ്ടത് ആ യൂട്യൂബിൻ്റെ നെയിം ഒന്ന് അടിച്ചു കൊടുക്കുക. മലയാളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബിൻ്റെ ചാനലാണ്, എനിക്ക് തോന്നുന്നു കരിക്കാണെന്ന് തോന്നുന്നു. കരിക്ക് എന്ന് സെർച്ച് ചെയ്യുന്നു. കരിക്കിൻ്റെ റവന്യൂ ആണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ചെക്കിങ് യുവർ ബ്രൗസർ ബിഫോർ ആക്സസ് സോഷ്യൽ ബ്ലേഡ് എന്നൊക്കെ എഴുതി കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് വരും, റിസൾട്ട് വരുമ്പം ഒരുപാട് കരിക്ക് എന്ന് പറഞ്ഞ ചാനലുണ്ട്. അതിൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്നതാണ് ഒറിജിനൽ കരിക്ക്. അതായത് 57 അപ്ലോഡ്സ്, 26 ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള അതാണ് ഒറിജിനൽ കരിക്ക്. അപ്പം നമ്മൾ ആ ചാനൽ സെലക്ട് ചാനലെന്ന് കൊടുക്കുക. സെലക്ട് ചാനലെന്ന് കൊടുക്കുമ്പം ആ ചാനലിൻ്റെ എല്ലാം വരും. അതായത് ഏത് ചാനലിന് എത്ര അപ്ലോഡ്സ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, വീഡിയോ വ്യൂസ് ഉണ്ട്, കൺട്രി ഏതാണ്, ചാനൽ ടൈപ്പ് എന്നൊക്കെ വരും. എന്നിട്ട് ചാനലിൻ്റെ യൂട്യൂബ് കൊടുക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഗ്രേഡ്, സബ്സ്ക്രൈബർ റാങ്ക്, വീഡിയോ വ്യൂ റാങ്ക് അതൊക്കെ ഇത് വരും. എന്നിട്ട് ഇതിൽ എസ്റ്റിമേറ്റഡ് റവന്യൂ ഉണ്ട്. അതായത് കരിക്കിൻ്റെ എസ്റ്റിമേറ്റഡ് മന്ത്ലി ഏണിംഗ് എന്ന് വെച്ചാൽ $7,000, അതായത് $7,000 തൊട്ട് $1,12,000 വരെയാണ് അതിൻ്റെ മന്ത്ലി ഏണിങ്. അതിൻ്റെ ഇയർലി ഏണിങ്, എസ്റ്റിമേറ്റഡ് ഇയർലി ഏണിങ് എന്ന് വെച്ചാൽ $84,000 തൊട്ട് $13 ലക്ഷം വരെയാണ് അതിൻ്റെ ഇയർലി ആനുവൽ ഏണിങ്. അപ്പോൾ ഇത് എസ്റ്റിമേറ്റഡ് അല്ലെങ്കിൽ ആവറേജ് ഏണിംഗ് ആണ്. ചിലപ്പോൾ ഇതിൽ നിന്ന് കുറവായിരിക്കും, ചിലപ്പോൾ ഇതിൽ നിന്ന് കൂടുതലായിരിക്കും. പക്ഷേ ഏകദേശം ഇതുമായിട്ടൊക്കെ സാമ്യം കാണും. പിന്നെ നമുക്ക് കഴിഞ്ഞ 30 ദിവസം കൊണ്ട് കരിക്കിന് എത്ര വ്യൂസ് ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്ന 22 ലക്ഷം എന്താണെന്ന്, 2 കോടി എന്താണെന്ന് തോന്നുന്നു. പിന്നെ സബ്സ്ക്രൈബേഴ്സ്, ലാസ്റ്റ് 30 ദിവസം കൊണ്ട് എത്ര സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയെന്നൊക്കെ നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റും. പിന്നീടെന്ന് വെച്ചാൽ ഇതിന് താഴോട്ട് ഒരുപാട് ഇതുണ്ട്. അതായത് ഈ ഓരോ ദിവസത്തെയും കരിക്കിൻ്റെ വ്യൂസ്, സബ്സ്ക്രൈബർ കൂടുന്നത്, പിന്നെ റവന്യൂ, എസ്റ്റിമേറ്റഡ് ഏണിംഗ് ഒക്കെ നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റും. അപ്പം ഫുൾ ഇത് നമുക്ക് ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് യൂട്യൂബറിൻ്റെ റവന്യൂ വേണമെങ്കിലും അറിയാൻ പറ്റും. ഇനി ഞാൻ M4 ടെക് എന്നൊരു ചാനലിൻ്റെയൊക്കെ റവന്യൂ എടുത്ത് കാണിച്ചു തരാം. M4 ടെക് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. M4 ടെക് വന്നു. ഫസ്റ്റ് കിടക്കുന്നതിന് M4 ടെക് സെലക്ട് ചാനൽ കൊടുക്കുന്നു. അപ്പം അവരുടെ ഏണിങ്ങൊക്കെ അറിയാൻ പറ്റും. അവരുടെ ഏണിങ് 3,000 തൊട്ട് 48,000 വരെയാണ് അവരുടെ എസ്റ്റിമേറ്റഡ് മന്ത്ലി ഏണിങ്. അതായത് ഡോളറാണ്. അപ്പോൾ ഒരു ഡോളർ എന്ന് വെച്ചാൽ 66 രൂപയാണ്. അപ്പം നിങ്ങൾ ആ രീതി, അല്ലാതെ ഡോളർ കുറച്ചൊന്നും കാണരുത്. $3,000 എന്നൊക്കെ പറയുമ്പോൾ 1.5 ലക്ഷം രൂപ ഒക്കെ ആണെന്ന് തോന്നുന്നു. 1.5 അല്ല, 2 ലക്ഷം രൂപ അടുപ്പിച്ച് കാണും $3,000. കുറഞ്ഞത് അവർക്ക് $3,000 ഒരു മാസം കിട്ടും. പിന്നെ അതിൻ്റെ ഇയർലി ഏണിംഗ് ഒക്കെ ഉണ്ട്. ഇനി നിങ്ങൾ ചോദിക്കും, റവന്യൂ ഇല്ലാത്ത ചാനൽ ഇത് റവന്യൂ കാണിക്കൂ. അപ്പം റവന്യൂ ഇല്ലാത്ത ചാനൽ തീർച്ചയായും ഇത് റവന്യൂ കാണിക്കത്തില്ല. അത് ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. എൻ്റെ ചാനലിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. M4 ടെക് വരുമോ എന്നറിയത്തില്ല, എന്നാലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. M4 ടെക് ക്യാപിറ്റലാണ് എൻ്റെ. നമ്മൾ
എൻ്റെ ചാനൽ വരുമോ എന്ന് അറിയത്തില്ല. എൻ്റെ ചാനലിൽ റവന്യൂ ഇല്ല, നമുക്കൊന്ന് കാണിച്ചു തരാം പറഞ്ഞാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹലോ, അപ്പം ഞാൻ എൻ്റെ ചാനൽ ഒരുപാട് കിടന്ന് സെർച്ച് ചെയ്തു, പക്ഷെ കിട്ടിയില്ല. ഇവിടെ കാണിക്കുന്നത് നോട്ട് എനഫ് സബ്സ്ക്രൈബേഴ്സ്, അതായത് ഒരു നിശ്ചിത സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിൽ ഇതിൽ അനലിറ്റിക്സ് കാണിക്കത്തില്ല. അതായത് തീർച്ചയായിട്ടും റവന്യൂ ഇല്ലാത്ത ചാനൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, റവന്യൂ ഇല്ലാത്ത ചാനൽ ഇതിലും റവന്യൂ ഒന്നും കാണിക്കുന്നില്ല. അപ്പം ഇതൊരു ജെന്യൂനായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഇതുവഴി നമുക്ക് യൂട്യൂബിൻ്റെ റവന്യൂ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല, ഏകദേശം സാമ്യമുള്ള റവന്യൂ ഒക്കെ ആയിരിക്കും ഇത് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് യൂട്യൂബറിൻ്റെ റവന്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സോഷ്യൽ ബ്ലേഡ് വഴി ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവേത് എൻ്റെ ചാനൽ മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ കൂടി ചെയ്യുക. നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോയിലോട്ട് കണ്ടുമുട്ടാം.